എൻ്റെ പേര് അനില ജെയിംസ്. ഞാൻ വരുന്നത് പൂങ്കാവിൽ നിന്നാണ്. ഞാനിപ്പോൾ ഇവിടെ വന്നത് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യമാക്കി എന്നെ മാറ്റിയതിന് അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയാനാണ്. ആദ്യമായി അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. 2017 ഞാൻ ആദ്യമായിട്ട് തപസ് ധ്യാനം കൂടുന്നത്. ചെറുതിൽ തന്നെ ഇവിടുത്തെ ധ്യാനവും അച്ഛൻ്റെ ടോക്കും ഒക്കെ ഞാൻ കേട്ടിരുന്നു, ഇവിടെ പങ്കെടുത്തിരുന്നു. 2017 തപസ് ധ്യാനം 3 ദിവസം ഇവിടെ താമസിച്ച് ഞാൻ ധ്യാനം കൂടി. കൗൺസിലിംഗ് കഴിഞ്ഞ് അപ്പോഴാണ് ഉടമ്പടി എന്ന് ഞാൻ അറിയുന്നത്. അപ്പോൾ ഉടമ്പടി അന്ന് കൗൺസിലിംഗ് എല്ലാം കഴിഞ്ഞ് ഞാൻ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം, ഞാൻ DHA എക്സാം, ഞാൻ ദുബായിലേക്കുള്ള എക്സാമാണ്. അത് ആദ്യത്തെ എക്സാം ഞാൻ ഫെയിലായി. രണ്ടാമത്തെ എക്സാം ഞാൻ കോച്ചിങ് എടുത്തു. അപ്പോൾ കോച്ചിങ് എടുത്തിട്ട് എനിക്ക് എക്സാമിന് ഇനി 6 ദിവസം ബാക്കി നിൽക്കെ ഞാൻ വീട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ മനസ്സിൽ പറയുന്ന തപസ് കൂടി കഴിഞ്ഞതിന് ശേഷം മാത്രമേ എക്സാം എഴുതുന്ന എൻ്റെ മനസ്സിൽ പറയുന്നു. അങ്ങനെ ഞാൻ വീട്ടുകാരുടെ എതിർപ്പോട് കൂടി, വീട്ടുകാർക്ക് ഇനി 6 ദിവസമല്ലേ ഉള്ളൂ, പഠിച്ചിട്ട് എക്സാം എഴുതി അത് കഴിഞ്ഞിട്ട് വന്ന് ധ്യാനം കൂടിയാൽ മതിയെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ മനസ്സിൽ ധ്യാനം കൂടി തപസ് കൂടിയതിന് ശേഷം മാത്രമേ ഞാൻ എക്സാം എഴുതൂ എന്ന് ഞാനൊരു ഉറച്ച തീരുമാനം എടുത്തിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് 3 ദിവസത്തെ ധ്യാനം കൂടി. ബാക്കി 3 ദിവസം മാത്രമാണ് എനിക്കുണ്ടായിരുന്നത്. ആ 3 ദിവസം മുന്നേ ഞാൻ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത കാശ് രൂപവും ഉടമ്പടി തൈലവുമായിട്ടാണ് ഞാൻ എക്സാം ഹാളിലേക്ക് പോകുന്നത്. അവിടെ ഓരോ കാൻഡിഡേറ്റിനും അണ്ടർ CCTV സർവൈലൻസ് ഉണ്ടാവും. അപ്പോൾ എനിക്ക് ഈ കാശ് രൂപമോ ഉടമ്പടി തൈലമോ അകത്ത് കയറ്റാൻ അനുവാദമുണ്ടായിരുന്നില്ല. ഞാൻ അത് പുറത്ത് ഹസ്ബൻഡിൻ്റെ കയ്യിൽ കൊടുത്തിട്ടാണ് ഞാൻ എക്സാം ഹാളിലേക്ക് കയറുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും മാറി മാറി ഞാൻ ചൊല്ലിക്കൊണ്ടിരുന്നു. ഞാൻ ഇരുന്ന സിസ്റ്റത്തിൽ ഞാനൊരു കുരിശ് വരച്ചിട്ട് ഞാൻ എക്സാം സ്റ്റാർട്ട് ചെയ്തു. എക്സാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ മയങ്ങിപ്പോകുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതായത് ഒരു ഉറക്ക ക്ഷീണം എനിക്ക് അനുഭവപ്പെട്ടു. പക്ഷേ ഞാൻ മൗസിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടേയിരുന്നു. എക്സാം തുടങ്ങി കുറേ കഴിഞ്ഞ് ഞാൻ കാണുന്നത് ഒരു 60 ക്വസ്റ്റ്യൻ, ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒരു 60 ക്വസ്റ്റ്യൻസ് പിന്നിടുമ്പോഴാണ് ഞാനിത് മെയിൻ എക്സാമാണ്, ഞാൻ എന്താ ഇങ്ങനെ ഉറക്കച്ചടവോടുകൂടി ഇരിക്കുന്നത്, ഞാൻ മാതാവേ എന്താ എനിക്ക് പറ്റിയതെന്നുള്ള പ്രാർത്ഥിച്ച് ഞാൻ വീണ്ടും ക്വസ്റ്റ്യൻ വായിക്കാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ മനസ്സിൽ പുറകോട്ട് പോകണോ എന്നൊരു ചിന്ത വന്നപ്പം എൻ്റെ ഉള്ളിലിരുന്ന് ആരോ പറയുന്നു, പുറകോട്ട് പോകണ്ട, മുന്നോട്ട് തന്നെ പൊയ്ക്കോളൂന്ന്. അങ്ങനെ ഞാൻ മുന്നോട്ട് പോയി. 60 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞുള്ള ക്വസ്റ്റ്യൻസ് എനിക്ക് ഒരു ഫെമിലിയർ ആയിട്ടുള്ള ടോപ്പിക്കിൽ നിന്നായിരുന്നു. അങ്ങനെ 100 ക്വസ്റ്റ്യൻസ് 20 മിനിറ്റ്സ് ബാക്കി നിൽക്കെ ഞാൻ എക്സാം പൂർത്തീകരിച്ചു. എക്സാം എഴുതി ഞാൻ പുറത്തിറങ്ങുമ്പോൾ അവർ 3 ദിവസം കഴിയുമ്പോൾ റിസൾട്ട് വരും എന്ന് പറഞ്ഞിട്ടാണ് പുറത്തിറങ്ങുന്നത്. പക്ഷേ എൻ്റെ വീട്ടിൽ എന്ത് പറയണം എന്ന് എനിക്കറിയത്തില്ല. കാരണം ആദ്യത്തെ 60 ക്വസ്റ്റ്യൻസ് എനിക്കറിയില്ല ഞാൻ എന്താ ക്ലിക്ക് ചെയ്തതെന്നോ. 60 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞാണ് ഞാൻ ശരിക്കും ക്വസ്റ്റ്യൻസ് പ്രോപ്പറായിട്ട് വായിച്ചു തുടങ്ങിയത്. റിസൾട്ട് 3 ദിവസം കഴിഞ്ഞ് എൻ്റെ ഒപ്പം തന്നെ എക്സാം എഴുതിയ എൻ്റെ ഫ്രണ്ട്സിന് റിസൾട്ട് വന്നു. പക്ഷേ എനിക്ക് 10 ദിവസമായിട്ടും എൻ്റെ റിസൾട്ട് വന്നിട്ടില്ല. അപ്പോൾ എനിക്ക് ചുറ്റുമുള്ളവരും എന്നെ അറിയുന്നവരും വിചാരിച്ച് ഞാൻ ഫെയിൽ ആയതുകൊണ്ടാണ് എൻ്റെ റിസൾട്ട് വരാത്തത്, അതായിരിക്കും ഇത്രയും താമസിക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷേ 10ാമത്തെ ദിവസം ഞാൻ കരഞ്ഞുകൊണ്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വന്ന് പറഞ്ഞു, മെയിലിൽ ഞാൻ പാസ്സായെന്ന് റിസൾട്ട് വന്നു. അപ്പോൾ തന്നെ മാതാവിൻ്റെ സന്നിധിയിൽ വന്ന് നന്ദി പറഞ്ഞു. അതിനുശേഷം UAE ഞാൻ പോവുകയാണ് എക്സാം പാസ്സായ റിസൾട്ടുമായിട്ട്. അവിടെ ചെന്നപ്പോൾ അവർ ഫ്രഷേഴ്സിനെ എടുക്കാനായിട്ട് അവർ താല്പര്യപ്പെടുന്നില്ല. എല്ലാവർക്കും UAE എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് കൂടുതൽ പരിഗണിക്കുന്നത്. അങ്ങനെ നിൽക്കുക 1 മാസത്തിനുള്ളിൽ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ ഡെയിലി ഇവിടെ പറയുന്നത് പോലെ തന്നെ ഞാൻ തുടർന്നു പോയി. 1 മാസം കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ഓപ്പൺ ഇൻ്റർവ്യൂ വന്നു. ഞാനത് അറ്റൻഡ് ചെയ്തു. എനിക്ക് അവിടെ ഹോസ്പിറ്റലിൽ ഓഫർ ലെറ്റർ കിട്ടി. ഞാൻ അവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാണ് ഞാൻ അറിയുന്നത് അവിടെ സാലറി പെൻഡിങ് ആണെന്നുള്ളത്. പക്ഷേ സാലറി പെൻഡിങ് ആയെന്ന് എല്ലാവരും പറഞ്ഞ് അവിടെ നിന്ന് മാറി വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കയറുമെന്ന് പറഞ്ഞിട്ടും, പക്ഷേ മാതാവ് എൻ്റെ ഉള്ളിൽ പറയുന്നുണ്ട് ഇത് കണ്ടിന്യൂ ചെയ്യും, മുന്നോട്ട് പൊക്കോളൂ, കുഴപ്പമില്ല എന്നുള്ളത്. അപ്പോൾ എല്ലാവരുടെ അഭിപ്രായത്തെ മാനിക്കാതെ ഞാനത് മുന്നോട്ട് പോയി. ഞാൻ അവിടെ ജോയിൻ ചെയ്തൊരു 4 മാസം അപ്പോഴും എനിക്ക് സാലറി കിട്ടുന്നുണ്ടായില്ല. എന്തെങ്കിലും ആവശ്യത്തിന് എൻ്റെ ഹസ്ബൻഡ് ഉള്ളത് കൊണ്ട് ഹസ്ബൻഡിൻ്റെ ചിലവിലാണ് ഞാൻ അവിടെ കഴിഞ്ഞുകൊണ്ടിരുന്നത്. 4 മാസമായപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആവുകയും പ്രഗ്നൻസി ഉൾപ്പെടെ ഞാൻ പ്രഗ്നൻസി ട്രീറ്റ്മെൻറ്റിനൊക്കെ നമുക്ക് സാലറി കിട്ടാത്തൊരവസ്ഥയായി. അപ്പോൾ അങ്ങനെ 4 മാസം കഴിഞ്ഞ്
അവിടെയുള്ള സ്റ്റാഫിനോടൊക്കെ ഞാൻ പറഞ്ഞു, ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്, നമുക്ക് പ്രാർത്ഥിക്കാം, സാലറി പെൻഡിങ് മാറി നമുക്ക് സാലറി കിട്ടും. പക്ഷേ അവർ കേട്ടവരും ക്രിസ്ത്യാനികളുണ്ടായിരുന്നു, ക്രിസ്ത്യാനികളല്ലാത്ത മറ്റു മതസ്ഥരും ഉണ്ടായിരുന്നു. പക്ഷേ ചിലരിൽ നിന്ന് എനിക്ക് ഒരു കളിയാക്കലുകൾ അനുഭവപ്പെട്ടിട്ടുണ്ട്, പരിഹസിച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ ഇതിൻ്റെ പേരിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ ഇത് കിട്ടും എന്ന് പറഞ്ഞ് എൻ്റെ ഒരു വിശ്വാസത്തെ അവർ പരിഹസിച്ചു. പക്ഷേ അപ്പോഴും ഞാനത് കാര്യമാക്കിയില്ല, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ എൻ്റെ ഉള്ളിൽ വിശ്വാസമുണ്ട്, എനിക്ക് സാലറി പെൻഡിങ് വന്നാലും അവസാനം എല്ലാം ചേർത്ത് തരും എന്നുള്ള ഒരു വിശ്വാസം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ 5 മാസമായപ്പോൾ, എനിക്ക് പ്രഗ്നൻസി 5 മാസമായപ്പോൾ അനോമലി സ്കാൻ ചെയ്തപ്പോൾ അനോമലി സ്കാനിൽ കുഞ്ഞിൻ്റെ വളർച്ചയെല്ലാം നോർമലാണ് കാണിച്ചത്. 5 മാസം കഴിഞ്ഞ് ഒരാഴ്ചയായപ്പോഴത്തേക്കും ഞാൻ വർക്ക് ചെയ്യുന്നത് ഓപ്പറേഷൻ തിയേറ്ററിലാണ്. അപ്പോൾ അവിടെ കേസ് കുറവായത് കാരണം എന്നെ അതർ ഡിപ്പാർട്ട്മെൻറ്റ്സിലേക്ക് പുൾ ഔട്ട് ഡ്യൂട്ടിക്ക് വിട്ടു. അപ്പോൾ എമർജൻസി റൂമിലാണ് എനിക്ക് അന്ന് ഡ്യൂട്ടി വന്നത്. അവിടുത്തെ ഒരു അവധി ദിവസമായതിനാൽ സ്റ്റാഫ് കുറവായിരുന്നു. അപ്പം ഞാൻ വേറൊരു പുതിയൊരു സ്റ്റാഫുമാണ് അവിടെ ഉണ്ടായിരുന്നത്. എമർജൻസി റൂമിലെ എക്സ്പീരിയൻസ് കുറവായതുകൊണ്ടും പ്രഗ്നൻസി ആയതുകൊണ്ടും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ടായിരുന്നു. എങ്കിലും ഒരു പേഷ്യൻ്റ് ഈവനിങ് ആയപ്പോഴത്തേക്കും ഫിക്സ് അടിച്ച് പേഷ്യൻ്റ് വന്നു. പക്ഷേ എന്താണ് പേഷ്യൻറ്റിൻ്റെ കണ്ടീഷനെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ തുടങ്ങുന്നതിന് മുൻപേ തന്നെ ക്യാനുല ഇടുന്ന സമയത്ത് പേഷ്യൻറ്റിൻ്റെ റെസ്റ്റ്ലെസ് ആയ പേഷ്യൻ്റെ കാലിൽ നിന്ന് ഒരു ചവിട്ട് എൻ്റെ വയറിൽ കിട്ടി, കൈ കൊണ്ട് ഒരു അടി എൻ്റെ വയറ്റത്തും കിട്ടി. പക്ഷെ ആ സമയത്ത് എനിക്കത് വേദനയായിട്ട് അനുഭവിച്ചതൊന്നുമില്ല. എൻ്റെ മനസ്സിൽ പേഷ്യൻ്റിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നുള്ളൊരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതെൻ്റെ മനസ്സിലോട്ട് വന്നുമില്ല. പേഷ്യൻറ്റിനെ ട്രാൻസ്ഫർ ചെയ്തു വേറെ ഹോസ്പിറ്റലിലേക്ക്. അത് കഴിഞ്ഞ് ഈവനിങ് ആയപ്പോഴത്തേക്കും എനിക്ക് വയറിന് വേദന തുടങ്ങി. രാത്രി ആയപ്പോഴത്തേക്കും സ്പോട്ടിങ് പോലെ ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്തു. പിറ്റേ ദിവസം രാവിലെ ഞാൻ കാണുന്ന ഗൈനക്കോളജിസ്റ്റിനെ ഞാൻ വിളിച്ച് പറഞ്ഞപ്പോൾ പുള്ളിക്കാരി സ്കാൻ ചെയ്യാൻ വരാൻ പറഞ്ഞു. അപ്പോൾ സ്കാൻ ചെയ്യാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ പ്ലാസൻ്റയിൽ ക്ലോട്ട് ഫോം ആയിട്ടുണ്ട്, ബ്ലീഡ് ചെയ്തിട്ട് ക്ലോട്ട് ഫോം ആയിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ഇഞ്ചക്ഷൻ എടുക്കണം. ആ ഇഞ്ചക്ഷൻ അവിടെ നിന്ന് തന്നെ എടുത്തു. ബാക്കി 3 ഡോസ് കൂടെ എടുക്കണം. ആ ഇഞ്ചക്ഷൻ നാട്ടിൽ നിന്ന് വരുത്തണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇമ്മീഡിയറ്റ് ആയിട്ട് വേറെ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഒബ്സർവ് ചെയ്യണം എന്ന് പറഞ്ഞു വേറൊരു ഹോസ്പിറ്റലിലേക്ക് എന്നെ റെഫർ ചെയ്തു. അപ്പോൾ എനിക്ക് പിറ്റേ ദിവസം ഡ്യൂട്ടിക്ക് കയറേണ്ടത് കൊണ്ട് ഞാൻ അവിടെ ചെന്ന് അഡ്മിറ്റാക്കിയ ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ എൻ്റെ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെൻറ്റിൽ വിളിച്ചു. എനിക്കിങ്ങനെ ഒരു അവസ്ഥയാണ്, അപ്പോൾ നാളെ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ നോക്കിയ ഡോക്ടർ പറഞ്ഞു 10 days മിനിമം സിക്ക് ലീവ് എടുക്കണം, ബെഡ് റെസ്റ്റ് വേണം എന്ന് പറഞ്ഞു. ഇമ്മീഡിയറ്റ് ആയിട്ട് എക്സിറ്റ് ആവണം, നാട്ടിൽ പോയി ഡെലിവറി ആക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയ്ക്കും കുഞ്ഞിനും കേടാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇമ്മീഡിയറ്റ് ആയിട്ട് എക്സിറ്റ് ആവണം. പക്ഷേ സാലറി പെൻഡിങ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ എനിക്കത് മുന്നോട്ട് കൊണ്ടുപോയേ പറ്റത്തുള്ളായിരുന്നു. എനിക്ക് ജോലി ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ ഞാൻ തിരിച്ചു വന്ന് എൻ്റെ ഇൻചാർജിനോട് ഞാൻ കാര്യം അവതരിപ്പിച്ചു. എനിക്ക് 10 days ബെഡ് റെസ്റ്റ് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ലീവ് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്തു. അപ്പോൾ അവരത് അംഗീകരിച്ചില്ല. 10 days സിക്ക് ലീവ് തരാൻ അംഗീകരിച്ചില്ല, സ്റ്റാഫ് കുറവാണ്, അത് തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരു 3 days എങ്കിലും മിനിമം ചോദിച്ചു, അതും അംഗീകരിച്ചിരുന്നില്ല. അപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്യുമ്പോൾ കുഞ്ഞിന് പ്രശ്നമാകുന്നത് കൊണ്ട് ഞാൻ 24 hour റെസിഗ്നേഷൻ്റെ ഒരു റിക്വസ്റ്റ് ചോദിച്ചപ്പോൾ പുള്ളിക്കാരി 24 hour റെസിഗ്നേഷൻ വയ്ക്കാനായിട്ട് എന്നെ കമ്പൽ ചെയ്തു. അപ്പോൾ 24 hour റെസിഗ്നേഷൻ വെക്കാൻ എന്നെ HR-ൻ്റെ റൂമിലേക്ക് അവർ പറഞ്ഞയച്ചു. HR-ൻ്റെ റൂമിൽ ഞാൻ പോകുമ്പോൾ HR പറയുന്നത് 24,000 dirhams, ഏകദേശം നമ്മുടെ ഇവിടുത്തെ 5 ലക്ഷത്തോടടുത്ത് കോമ്പൻസേഷൻ ഞാൻ പേ ചെയ്യണം എന്ന് പറഞ്ഞു. കോൺട്രാക്റ്റ് ബ്രേക്ക് ചെയ്യുന്നതുകൊണ്ട് ഇത്രയും തുക ഞാൻ കോമ്പൻസേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. എൻ്റെ സാലറി പെൻഡിങ്ങും ഞാൻ എക്സ്ട്രാ കൈന്നിട്ട് കൊടുത്താലും അത്രയും എമൗണ്ട് എനിക്ക് ഒപ്പിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, സിസ്റ്റർ ഞാനിത് കണ്ടിന്യൂ ചെയ്തോളാം, എനിക്ക് ലീവ് വേണ്ട, ഞാൻ ഡ്യൂട്ടിയിൽ കണ്ടിന്യൂ ചെയ്തോളാം. പക്ഷേ അത് അവർ അംഗീകരിച്ചില്ല. പഞ്ചിൻ ചെയ്ത് എന്നെ പഞ്ച് ഔട്ട് ചെയ്തു. എന്നെ ഹോസ്പിറ്റൽ ഗ്രൗണ്ടിലാണ് ഞാൻ നിന്നിരുന്നത്. അപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ ഹസ്ബൻഡ് ചിറ്റപ്പനെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ അവരെത്താനായിട്ട് ഈവനിങ് എന്തായാലും ആകും. അപ്പോൾ ആ സമയം വരെ ഞാൻ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്, വെള്ളം പോലും കുടിക്കാതെ ഗ്രൗണ്ടിൽ. എൻ്റെ കയ്യിലുണ്ടായിരുന്നത് കാശ് രൂപവും കൊന്തയും മാത്രമാണ്. അപ്പം ഞാൻ അമ്മയോട് ചോദിച്ചു, എന്തിനു വേണ്ടിയാണ് എന്നെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയത്, ഇതിനു വേണ്ടി ആയിരുന്നോ എന്ന് ഞാൻ ചോദിച്ചു. പക്ഷേ ആരും ഒരു സപ്പോർട്ടിന് എനിക്കവിടെ ഉണ്ടായില്ല. സാധാരണ ഹോസ്പിറ്റൽ MD ഫ്രണ്ട് ഡോർ വഴിയാണ് ഹോസ്പിറ്റലിനകത്തേക്ക് പ്രവേശിക്കാറ്, കാറ് പാർക്ക് ചെയ്തിട്ട്.
പക്ഷെ അന്ന് ഞാൻ അവിടെ നിന്ന് ആ വെയിലത്ത് ഞാൻ നിൽക്കുമ്പോൾ ഹോസ്പിറ്റൽ MD വരുന്നത് ബാക്ക് ഡോർ വഴിയാണ്. ബാക്ക് ഡോർ വഴി കാറ് പാർക്ക് ചെയ്ത് പുള്ളി പാസ് ചെയ്യുമ്പോൾ ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എന്ത് പറ്റിയെന്ന് ചോദിച്ച് പുള്ളി തിരിച്ചു നടന്നു. എന്നോട് കാര്യം ചോദിച്ചപ്പോൾ ഞാൻ കാര്യം പറഞ്ഞു. പുള്ളി അവരുടെ ഭാഷയിൽ ഈ ഇൻചാർജിനെ വിളിച്ച് കുറേ ഷൗട്ട് ചെയ്തു. പ്രഗ്നൻറ്റ് ലേഡിയോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടത് എന്ന് പറഞ്ഞവരെ കുറേ ഷൗട്ട് ചെയ്തു. ഒരു തീരുമാനം ഉണ്ടായില്ലായിരുന്നെങ്കിൽ ലേബർ കോർട്ടിൽ വരെ പോകാനിരിക്കുമായിരുന്നു ഞങ്ങൾ. പക്ഷേ മാതാവ് ആ സമയത്തിനുള്ളിൽ ഇടപെട്ട് ആ MD അവിടെ വരുത്തി. അങ്ങനെ പുള്ളി എനിക്ക് 10 days സിക്ക് ലീവ് സാങ്ഷനാക്കി തന്നു. സിക്ക് ലീവ് കഴിഞ്ഞിട്ട് റീജോയിൻ ചെയ്യാൻ പറഞ്ഞു. ഇതിനിടയിൽ സാലറി പെൻഡിങ് ആയപ്പോൾ വേറെ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് എടുത്തിട്ട് അവർ സാലറി പെൻഡിങ് ആയിട്ടുള്ള എല്ലാ സാലറിയും കൊടുത്തിട്ട് ഹോസ്പിറ്റൽ അവരെ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അതിനൊരു തീരുമാനം ഉണ്ടാവാതിരുന്ന സമയത്താണ് ഞാൻ ഹോസ്പിറ്റൽ ഗ്രൗണ്ടിൽ രാവിലത്തെ 5:30 പ്രെയർ കഴിഞ്ഞപ്പോൾ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി വെഞ്ചരിച്ച ഉപ്പ് കൊണ്ടുപോയി ആരും ചവിട്ടാത്ത സ്ഥലം നോക്കി ഞാൻ അവിടെ ഇട്ടിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. 3-ാമത്തെ ദിവസം അതുവരെ ഒരു തീരുമാനം ഞാൻ ജോയിൻ ചെയ്യുന്നതിന് മുമ്പേ അവർ പറഞ്ഞതാണ് ഇങ്ങനെ ഒരു മാനേജ്മെൻറ്റ് ഏറ്റെടുക്കുമെന്നുള്ളത്. പക്ഷേ ഇത്രയും നാൾ കഴിഞ്ഞ് ഞാൻ വെഞ്ചരിച്ച ഉപ്പ് അവിടെ ഇട്ടതിന് ശേഷം 3-ാമത്തെ ദിവസമാണ് ഈ മാനേജ്മെൻറ്റ് അവിടെ ഹോസ്പിറ്റലിൽ വന്ന് അവർ മുന്നോട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. എനിക്ക് 7-ാം മാസം കഴിഞ്ഞ് 8 മാസം ആയപ്പോഴത്തേക്കും എന്നെ എക്സിറ്റ് ആവേണ്ട ഒരവസ്ഥ വന്നു. എനിക്ക് ഹൈ ഷുഗറായി. അപ്പോൾ ഈ പുതിയ മാനേജ്മെൻറ്റ് എൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് മെറ്റേണിറ്റി ലീവിൽ പോകാം, റിസൈൻ ചെയ്തിട്ട് നിനക്ക് പോകാം, റീജോയിൻ ചെയ്യാം, നിൻ്റെ കയ്യിൽ നിന്ന് ഒരു കോമ്പൻസേഷനും ഞങ്ങൾ വാങ്ങിക്കില്ല. അങ്ങനെ 7th എൻ്റെ ലാസ്റ്റ് ഡ്യൂട്ടി പറഞ്ഞ സമയം 7th മുന്നേ 5th എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു. അവരെനിക്ക് ആ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ചെക്കും ക്ലിയർ ചെയ്ത് തന്നു, ടിക്കറ്റും ഒക്കെ ആക്കി തന്നു. അങ്ങനെ മാതാവ് ഒത്തിരി അനുഗ്രഹം തന്നു. അവിടെ വെച്ച് അവിടുന്ന് നാട്ടിലേക്ക് വന്ന് എൻ്റെ ഈ ഒരു അവസ്ഥയായത് കാരണം കാണിക്കുന്ന എല്ലാവർക്കും ഒരു പേടിയായിരുന്നു. കാരണം ഈ ഒരു ലാസ്റ്റ് സ്റ്റേജിൽ ഇങ്ങനെ ഒരു കോംപ്ലിക്കേഷനോടുകൂടി എടുക്കാൻ എല്ലാവർക്കും ഒരു പേടിയായിരുന്നു. അങ്ങനെ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്കാണ് പിന്നെ പോകുന്നത്. അവിടെ ചെന്ന് ഡോക്ടറെ കാണിച്ച് അവർക്കും ഒരു പേടിയാണ്. പക്ഷേ എൻ്റെ അമ്മയുടെ ഒരു പരിചയത്തിലുള്ള ഡോക്ടർ ആയത് കാരണം പുള്ളിക്കാരി അത് ഏറ്റെടുത്തു. പുള്ളിക്കാരി പോസ്റ്റ് ചെയ്ത ഡേറ്റ് 1 month മുന്നേ എന്നെ അഡ്മിറ്റ് ചെയ്തു, ഷുഗർ കൺട്രോളാക്കാൻ നോക്കി. പക്ഷേ എൻ്റെ ഡെലിവറി സിസേറിയൻ ടൈമിന് മുന്നേ വരെയും എൻ്റെ ഷുഗർ നോർമലായിട്ടില്ല. ഞാൻ ഫുഡ് കഴിക്കുന്നത് ആവശ്യത്തിനുള്ള ഫുഡാണെങ്കിലും ഇൻസുലിൻ എടുക്കുന്നുണ്ടെങ്കിലും എൻ്റെ ഹൈ ഷുഗറാണ്. പക്ഷേ അതിൻ്റെ ഒരു ഫലമായിട്ട് എനിക്കോ എൻ്റെ കുഞ്ഞിനോ ഒരു ആപത്തും ഉണ്ടായിട്ടില്ല. അവർ പോസ്റ്റ് ചെയ്ത ഡേറ്റിന് 4 ദിവസം മുന്നായി എനിക്ക് ലീക്കിങ് അനുഭവപ്പെട്ടു. എന്നെ സിസേറിയൻ ചെയ്തു. കുഞ്ഞിന് 1.9 kg വെയിറ്റ് അത്രേ ഉണ്ടായിരുന്നുള്ളെങ്കിലും ഒരുവിധ ആരോഗ്യ പ്രശ്നങ്ങളോ അവനുണ്ടായിരുന്നില്ല. ഇപ്പോൾ അവൻ ആരോഗ്യവാനായിട്ടിരിക്കുന്നു. അതിനുശേഷം ഞാൻ ഉടമ്പടിയിൽ നിന്ന് ആ പ്രെയറിൽ നിന്നൊക്കെ ഞാൻ പതിയെ വിട്ടു. ഞാൻ അത് സ്ഥിരമായി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പ്രാർത്ഥനയെല്ലാം ഞാൻ വിട്ട ഒരു സ്റ്റേജായി. ഞാൻ പിന്നെ എൻ്റെ ജോലി അത് കഴിഞ്ഞ് വീണ്ടും തിരിച്ച് UAE പോയി വേറെ ഒരു ഹോസ്പിറ്റലിൽ കയറി. അപ്പോൾ അവിടെ നിന്ന് നിൽക്കുമ്പോഴേ എൻ്റെ കുഞ്ഞുങ്ങളെ 2ാമത്തെ ഡെലിവറിയും കഴിഞ്ഞു. ആ 2 കുഞ്ഞുങ്ങളെ നാട്ടിൽ നിർത്തിയിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ട് എങ്ങനെയെങ്കിലും എക്സാം എഴുതി പോകണം, OET എക്സാം എഴുതണം. പക്ഷേ മലയാളം മീഡിയത്തിൽ പഠിച്ച എനിക്ക് എങ്ങനെ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യണം എന്ന് ഒന്നും എനിക്കറിയത്തില്ല. ഇംഗ്ലീഷിനോടൊരു ഭയമുണ്ടായിരുന്നു. പക്ഷേ ആദ്യത്തെ എക്സാം എഴുതി റീഡിങ്ങും ലിസണിങ്ങും എനിക്ക് നഷ്ടപ്പെട്ടു. അതിന് ഞാൻ ഫെയിലായി. പക്ഷേ ആ സമയത്ത് ഞാൻ പഠിച്ചിട്ടാണ് എക്സാം എഴുതുന്നത്. ഒന്നും അറിയാത്തതുകൊണ്ട് പഠിച്ചിട്ട് എക്സാം എഴുതുന്നത്. 2ാമത്തെ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി പുതുക്കണമെന്ന് എനിക്ക് മനസ്സിൽ പറയുവാണ്. മാതാവ് പറയുന്നു ഉടമ്പടി പുതുക്കുക. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയെങ്കിലും അടുത്ത എക്സാമിൻ്റെ ഡേറ്റ് ഞാൻ എടുത്തിട്ടില്ല. അപ്പം ഞാൻ ഇവിടെ വന്ന് കയറി വരുന്ന എൻട്രൻസിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ OET എക്സാമിനുള്ളവർക്ക് അച്ഛൻ തലയ്ക്ക് കൈ പിടിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ എക്സാം ബുക്ക് ചെയ്ത് ഇതില്ലാത്തതുകൊണ്ട് പ്രൂഫ് ഇല്ലാത്തത് കൊണ്ട് എനിക്കിങ്ങോട്ട് കയറാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് ഇവിടെ നിന്ന് കയറാനായിട്ടുള്ള അനുഗ്രഹം കിട്ടിയില്ല. പക്ഷെ ഞാൻ തിരിച്ചു ചെന്ന് എക്സാം എഴുതുമ്പോൾ ഇനി ഞാൻ അടുത്ത തവണ ഞാൻ നാട്ടിൽ വരുമ്പോൾ ഇവിടെ വന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ സാധിക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോയി. ഞാൻ എക്സാം എഴുതാൻ പോകുമ്പോൾ ഞാൻ മുൻപത്തെ എക്സാമുകളിൽ കോച്ചിങ് എടുത്തിട്ടുണ്ടെങ്കിലും അതേ ബുക്കുകൾ വെച്ച് തന്നെ ഞാൻ പഠിച്ചത്. പക്ഷേ അച്ഛൻ പറഞ്ഞതുപോലെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് ഞാൻ എൻ്റെ എല്ലാ ബുക്കുകളിലും ഞാൻ എഴുതി വെച്ചു. ഞാൻ അത് തന്നെ പറയാൻ തുടങ്ങി. എനിക്ക് കിട്ടില്ല എന്ന് പറഞ്ഞവരും
അല്ലെങ്കിൽ ഇതിൽ നെഗറ്റീവ്സ് കണ്ടെത്തുന്നവരിൽ ഞാൻ പറഞ്ഞത് എൻ്റെ മെറിറ്റ് കൊണ്ടല്ല, എൻ്റെ അമ്മയുടെ ഗ്രേസ് കൊണ്ട് എനിക്ക് എന്തായാലും ഇത് പാസ്സാവാൻ പറ്റും എന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞു. മാക്സിമം എല്ലാവരും യൂട്യൂബ് സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ എൻ്റെ സാക്ഷ്യം വെച്ചിട്ടാണ് ഞാൻ മാതാവിനെ ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ എക്സാമിന് ഡേറ്റ് എടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല. കാരണം ഞാൻ യൂട്യൂബ് ഓപ്പൺ ചെയ്തിട്ടാണ് ഞാൻ ലിസണിങ് പ്രാക്ടീസ് ചെയ്യുന്നത്. ലിസണിങ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി അപ്പോൾ ഞങ്ങൾ താമസിക്കുന്നിടത്ത് വൈഫൈ കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഫോണിൽ ഡാറ്റ ചാർജ് ചെയ്തിട്ടാണ് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോണിൽ ഡാറ്റ ചാർജ് ചെയ്തു. പക്ഷേ ഇത് ഒരു 12 hours കഴിയുമ്പോൾ അത് കട്ടായി പോവും. അപ്പം ഞാൻ യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ എനിക്ക് ആദ്യം വരുന്നത് കൃപാസനത്തിൻ്റെ സാക്ഷ്യങ്ങളും ധ്യാനത്തിൻ്റെ ലിങ്കും ആയിരിക്കും ഓപ്പണായി വരുന്നത്. അപ്പം ഞാൻ അത് ഓപ്പൺ ചെയ്ത് വെച്ച് ഞാൻ അത് കേൾക്കും, അത് പ്രാർത്ഥിക്കും. അപ്പോഴത്തേക്കും എൻ്റെ ഡാറ്റ തീർന്നു പോകുന്നുണ്ടായിരിക്കും. അപ്പം എൻ്റെ ഹസ്ബൻഡ് വഴക്ക് പറയും, ആദ്യം പഠിച്ചിട്ട് ബാക്കി വീഡിയോസൊക്കെ കാണുമെന്ന് പറയും. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ആദ്യമേ എക്സാം ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടാണ് പോയി എഴുതിയത്. അപ്പോൾ എൻ്റെ മെറിറ്റ് കൊണ്ട് എനിക്കത് കിട്ടിയില്ല. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ഓപ്പൺ ചെയ്യുമ്പോൾ അതാണ് വരുന്നതെങ്കിൽ മാതാവിൻ്റെ ഹിതമാണ്, ഞാനത് കാണണം എന്നുള്ളത്. എല്ലാ വീഡിയോസും കണ്ടു കഴിയുമ്പോൾ എൻ്റെ ഡാറ്റ തീർന്നിട്ടുണ്ടാവും. അപ്പോൾ ലാസ്റ്റ് ലിസണിങ് പ്രാക്ടീസ് ചെയ്യാനാകുമ്പോൾ എൻ്റെ ഡാറ്റ തീരും. അങ്ങനെ എക്സാമിന് 3 ദിവസം മുൻപ് ഞങ്ങൾ അടുത്തുള്ളൊരു പള്ളിയിൽ പോയി അഖണ്ഡ ജപമാല പൂർത്തിയാക്കി അവിടെ അടുത്ത ഒരു പാർക്കിൽ വന്നിരുന്നു. അവിടെ ഇരുന്നാണ് 3 ദിവസം ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ആകെ എക്സാമിന് മുമ്പേ 3 ദിവസമാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത്. പ്രാക്ടീസ് ചെയ്ത് എക്സാമിന് പോകുന്നതിൻ്റെ അന്ന് എൻ്റെ കയ്യിൽ വെഞ്ചരിച്ച ഉപ്പും കാശുരൂപവും ഉടമ്പടി തൈലം ഞാൻ പൂശിയിട്ടാണ് ഞാൻ പോകുന്നത്. എൻ്റെ ഹസ്ബൻഡ് പുറത്ത് അഖണ്ഡ ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നു. ഞാൻ എക്സാം ഹാളിൽ കയറിയപ്പം ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു പൗച്ചിലാണ് ഞാൻ കൊണ്ടുപോയ എക്സാം തിങ്സ് എല്ലാം ഞാൻ കൊണ്ടുപോകുന്നു. എങ്കിലും അവർ കാണാതെ ഞാൻ അതിനകത്ത് വെഞ്ചരിച്ച ഉപ്പ് ഞാൻ അതിനകത്ത് അല്പം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഉടമ്പടി കാശുരൂപം കഴുത്തിൽ ധരിച്ചിട്ട് പോയി. ഞാൻ അവിടെ ചെന്ന ഉടമ്പടി ഈ നേർച്ച വസ്തു ഞാൻ അവിടെ വെച്ചു. ഞാൻ ഇരുന്ന ടേബിളിൽ ഞാൻ വെച്ചു. ഞാൻ എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. എക്സാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്കറിയത്തില്ല, എനിക്ക് ഏറ്റവും പാടുള്ളത് റീഡിങ്ങും ലിസണിങ്ങും ആയിരുന്നു. അപ്പോൾ ബാക്കി 2 മൊഡ്യൂളിൽ എനിക്ക് അത്ര ബുദ്ധിമുട്ട് തോന്നിയിരുന്നില്ല. റീഡിങ്ങും ലിസണിങ്ങും ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് അറിയത്തില്ല ആൻസർ എന്തുവാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ മാർക്ക് ചെയ്യേണ്ടത് എന്തുവാണെന്ന് ആ ഒരു ഓപ്ഷൻ മാത്രം എൻ്റെ കണ്ണിൽ ഹൈലൈറ്റായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഓരോ ആൻസർ എഴുതുമ്പോൾ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ ചൊല്ലിക്കൊണ്ടിരിക്കും. ഞാൻ ആൻസർ ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ പോലും ഞാൻ ശരിക്കും വായിച്ചിട്ടില്ല. എൻ്റെ മനസ്സിലോട്ട് എൻ്റെ കണ്ണിൽ കാണുന്നത് ഏതോ ഒരു ഓപ്ഷൻ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഹൈലൈറ്റ് ചെയ്ത ഓപ്ഷൻ മാത്രമാണ് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. എക്സാം കഴിഞ്ഞു, ഞാൻ റൈറ്റിങ്ങും കഴിഞ്ഞു. ലാസ്റ്റ് സ്പീക്കിംഗ് എനിക്ക് കുഴപ്പമില്ലാത്തൊരു മൊഡ്യൂളായിരുന്നു. അവിടെ ആയപ്പോഴും എൻ്റെ കയ്യിൽ നിന്ന് സ്പീക്കിംഗ് പോയി. പക്ഷേ എങ്കിലും എൻ്റെ പ്രതീക്ഷ കൈവിട്ടില്ല. ഞാൻ അപ്പൻ്റെ മനസ്സുകൊണ്ട് ഓർത്തു, മാതാവേ, എൻ്റെ മെറിറ്റ് ആയിരുന്നല്ലോ സ്പീക്കിങ്ങും റൈറ്റിങ്ങും, അതെനിക്ക് കിട്ടുന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. അപ്പോൾ അതെൻ്റെ മെറിറ്റ് എൻ്റെ കയ്യിൽ നിന്ന് പോയി. പിന്നെ അമ്മയുടെ ഗ്രേസ് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ എപ്പോഴും പറഞ്ഞു, എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യമാക്കി അവിടെ നിന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് നിന്നു. റിസൾട്ട് വന്നപ്പോൾ എനിക്ക് 4 മൊഡ്യൂളിലും B ഗ്രേഡ് തന്ന് അമ്മ അനുഗ്രഹിച്ചു. അതിനുശേഷം ഇൻ്റർവ്യൂ വന്നപ്പോൾ ഞാൻ ദുബായിലൊരു ഡയറക്റ്റ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അവിടെ നിന്നും ഞാനൊരു ഇൻ്റർവ്യൂവിന് വേണ്ട ഒന്നും പ്രിപ്പറേഷൻ കൂടാതെയാണ് ഞാൻ പോകുന്നത്. അവിടെ ചെന്നിട്ടും അവർ ചോദിച്ചതിന് ആൻസർ ഞാൻ പറഞ്ഞത് ഞാൻ കറക്റ്റാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അവരുടെ റെസ്പോൺസ് പോസിറ്റീവായിരുന്നു. അവസാനം അവർ തമാശ എന്നുള്ള രീതിയിൽ അവരെന്നോട് പറഞ്ഞു, വി ആർ സോറി ടു സേ ദാറ്റ് യു ആർ ഫെയിൽ ഫോർ ദിസ് സെഷൻ എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ ചിരിച്ചുകൊണ്ട് നിന്നു. അപ്പോൾ ഞാൻ കാശുരൂപത്തെ മുറുക്കി പിടിച്ചുകൊണ്ട് നിന്നു. അപ്പോൾ അവരെന്നോട് ചോദിച്ചു, നീ എന്തിനാ ചിരിക്കുന്നത്, നീ ഫെയിലായെന്ന് പറഞ്ഞിട്ട് നീ എന്തിനാ ചിരിക്കുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കുള്ളതാണെങ്കിൽ അതെനിക്ക് അമ്മ തരും. അപ്പോൾ എനിക്ക് വേണ്ടി ദൈവം പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വറിയാവുന്നില്ല എന്ന് ഞാൻ അവരോട് പറഞ്ഞു. അപ്പോൾ എൻ്റെ വിശ്വാസത്തെ പറ്റി, എൻ്റെ ദൈവത്തിലുള്ള ആഴമായ വിശ്വാസത്തെപ്പറ്റി അവർക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് റെസ്പോൺസ് ആയിരുന്നു. അതോടെ എനിക്ക് അവിടെ ഓഫർ ലെറ്റർ കിട്ടി, സൈൻ ചെയ്തു. UK ഡെപ്യൂട്ടഡ് ഹോസ്പിറ്റലിൽ തന്നെ എനിക്ക് ഓഫർ ലെറ്റർ സൈൻ ചെയ്യാൻ സാധിച്ചു. ഇപ്പോൾ ജൂൺ പകുതിയോടുകൂടി എനിക്ക് UK പോകാൻ പറ്റും. ഇത്രയും നാൾ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും, ഇത് ഡയറക്റ്റ് കിട്ടിയ അനുഗ്രഹങ്ങൾ, ഞാൻ ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ, എന്ത് ഒരു നിസ്സാരമായ കാര്യങ്ങളാണെങ്കിലും എനിക്ക് സാധിക്കില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇടും. എനിക്കറിയാവുന്നവരുടെ അടുത്ത് ഞാൻ പറയും. അങ്ങനെ അവരെ കൊണ്ട് ഞാൻ ഇടിക്കാറുണ്ട്. അത് എനിക്കൊന്നും ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇടുന്ന ഒന്നും എനിക്കത് സാധിച്ച് കിട്ടാതിരുന്നിട്ടില്ല. എന്നെക്കൊണ്ട് പത്രം കൊടുക്കാൻ അത്രയധികം സാധിച്ചിരുന്നില്ല. പക്ഷേ ഞാൻ മാക്സിമം എനിക്കുണ്ടായ അനുഭവങ്ങളും ഇവിടെ ഉണ്ടാകുന്ന അനുഭവങ്ങളും എല്ലാം ഞാൻ എൻ്റെ വായ കൊണ്ട് തന്നെ മറ്റുള്ളവരിലേക്ക് ഞാൻ ഷെയർ ചെയ്തുകൊണ്ടിരുന്നു. അതാണ് കൂടുതൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്.
പ്രയർ കൂടിക്കൊണ്ടിരുന്നു. ഇത്രയും അനുഗ്രഹം തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. അനില ജെയിംസ്, പാതിരാപ്പള്ളി, ആലപ്പുഴയിൽ നിന്ന് വന്ന സഹോദരി പറഞ്ഞ നല്ലൊരു സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേട്ടത്. DHA പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഈ സഹോദരി വളരെയേറെ ബുദ്ധിമുട്ടി. മാതാവിൻ്റെ കൃപ കൊണ്ട് മാത്രം വിശദമായി സഹോദരി പറഞ്ഞ് അവൾ പാസ്സാകുകയാണ്. അതിനുശേഷം ദുബൈയിലേക്ക് അവൾ ജോലിക്ക് ഒരു ഹോസ്പിറ്റലിൽ കയറുന്നു. ആ ഹോസ്പിറ്റലിൽ കയറി കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് അവിടെ സാലറിയൊക്കെ പെൻഡിങ് ആണ്, വലിയ ബുദ്ധിമുട്ടാണെന്നുള്ളത്. പക്ഷെ അവിടെ വെച്ചൊരു 4ാമത്തെ മാസം വരുമ്പോൾ അവൾ ഗർഭിണിയാകുകയാണ്. ആ ഗർഭസ്ഥാവസ്ഥയിൽ തന്നെ അവൾ ഡ്യൂട്ടി ചെയ്യുന്ന സമയത്തെന്ന് പറയുന്നത് അവിടെ ICUയിൽ വെച്ച് ഒരു ഫിക്സ് രോഗി അവിടെ വരികയും അയാളെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാളുടെ ഒരു ചവിട്ട് ഇവളുടെ ഗർഭസ്ഥാവസ്ഥയിലുള്ള വയറിലേക്കാണ് ഒരടിയും കിട്ടുകയാണ്. ഈ രോഗിയെ ശുശ്രൂഷിക്കുന്ന ഇതിൽ അവൾ ഇത് ശ്രദ്ധിച്ചില്ല. എങ്കിൽ തന്നെ വൈകുന്നേരമായപ്പോൾ സ്പോട്ടിങ്, ബ്ലീഡിങ് ചെറുതായിട്ടുണ്ടായി. അവിടെ പോയി പിന്നെ സ്കാൻ ചെയ്യുകയാണ്. അങ്ങനെ സ്കാൻ ചെയ്ത് നോക്കുമ്പോഴാണ് പ്ലാസൻ്റയിൽ ഒരു ചെറിയൊരു ക്ലോട്ടിങ് അവിടെ കാണുന്നത്. അപ്പം അത് കഴിഞ്ഞപ്പോൾ തന്നെ ഡോക്ടർ സജസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ 10 ദിവസത്തെ നിങ്ങൾ റെസ്റ്റ് എടുക്കാനായിട്ട് പറഞ്ഞു. അപ്പോൾ അത് ഇവരുടെ ഹോസ്പിറ്റലിൽ വന്ന് പറഞ്ഞപ്പോൾ ഇൻചാർജായിട്ടുള്ള അവർ പറഞ്ഞ് അവിടെ ഇതൊന്നും എടുക്കാൻ പറ്റില്ല. മറ്റേ ഡോക്ടർ പറഞ്ഞ് എന്നിട്ട് എത്രയും വേഗം നിങ്ങൾ നാട്ടിലേക്ക് പോയി റെസ്റ്റ് എടുക്കാനാണ് പറഞ്ഞത്. ഇവരിത് കൊടുക്കുന്നില്ല. അതായത് ലീവ് കൊടുക്കുന്നില്ല. അതിനുശേഷം എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞ് ലീവൊന്നും തരാൻ പറ്റത്തില്ലെന്ന്. ഈ സഹോദരൻ വളരെ വിഷമിച്ച്. അപ്പോഴവർ മറ്റേ ഇൻചാർജ് പറയാണ് വിത്തിൻ 24 hours നിങ്ങൾ റിസൈൻ ചെയ്തു കൊള്ളാം എന്നുള്ള റെസിഗ്നേഷൻ ലെറ്റർ തരാൻ പറഞ്ഞ്. അപ്പോൾ അങ്ങനെ വരണം 3 മാസത്തിന് മുമ്പേ എഴുതി കൊടുത്താൽ നമ്മൾ കോമ്പൻസേഷൻ കൊടുക്കണ്ട. അപ്പോൾ 24 മണിക്കൂറിനകം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 5 ലക്ഷം രൂപയെങ്കിലും ഇവർ കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരുന്നത്. ഇത്തരണത്തിൽ അവർ വളരെ ദുഃഖിതയായി പറഞ്ഞ് ഞാൻ ലീവൊന്നും എടുക്കുന്നില്ല, ഞാനിവിടെ ജോലി ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞിട്ടും അതും അവർ സമ്മതിച്ചില്ല. പിറ്റേ ദിവസം എന്ന് പറയുന്നത് അവർ അവിടെ ജോലിക്ക് കയറുകയാണ്. അത് പഞ്ച് ചെയ്ത് ഡ്യൂട്ടിക്ക് അവർ കയറിയ അവരെ പഞ്ച് ഔട്ട് ചെയ്തുകൊണ്ട് വെളിയിലിറക്കുന്നു. അവിടെ വെളിയിൽ ഇവർ വെയിലത്ത് നിൽക്കുകയാണ്. വെയിലത്ത് അകത്ത് കയറാൻ പറ്റുന്നില്ല. വെയിലത്ത് നിന്നാണ് അവർ കരഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞ് ഞാനിവിടെ ഇതില്ലെങ്കിൽ എനിക്കൊരു മാർഗവുമില്ല. പലതും പറഞ്ഞു നോക്കിയിട്ടൊന്നും ഒരു രക്ഷയുമില്ല. ഒന്നിലും അവർ അംഗീകരിക്കുന്നില്ല. അങ്ങനെ ആ വെയിലത്ത് വെള്ളം കുടിക്കാതെ ഭക്ഷണമില്ലാതെ വെയിലത്ത് ആരും സഹായത്തിനില്ലാതെ വിഷമിച്ച് നിൽക്കുമ്പോൾ അവരുടെ കൂട്ടെന്ന് പറയുന്നത് ഉടമ്പടി എടുത്തിട്ടുള്ള കാശ് രൂപമാണ് കയ്യിൽ മുറുകെ പിടിച്ചിരിക്കുന്നത്. ഒരു കൊന്തയും കയ്യിലുണ്ട്. അവിടെ നിന്ന് അവർ പറയുന്നുണ്ട് വളരെ ദയനീയമായിട്ട് അമ്മ മാതാവിനോട്, അമ്മേ എന്നെ ഇവിടെ കൊണ്ടുവന്നത് എന്തിനാണ് അമ്മേ എന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്ത്. അപ്പോൾ അല്പം കഴിയുമ്പോഴുടനെ അവർ കാണുന്നെന്ന് പറയുന്നത് അവിടുത്തെ MD സാധാരണഗതിയിൽ ഫ്രണ്ട് ഡോറിലൂടെ കടന്നു വരുന്ന ഒരിക്കലും അങ്ങനെ വരാത്ത അയാൾ ബാക്ക് ഡോറിലൂടെ കടന്നു വരുമ്പോൾ ഈ സഹോദരൻ അവിടെ കരഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഉടനെ തന്നെ അദ്ദേഹം ഇവരോട് വിളിച്ച് കാര്യങ്ങൾ തിരക്കുന്നു. ഉടനെ തന്നെ അദ്ദേഹം ഇൻചാർജിനെ വിളിച്ചിട്ട് ഷൗട്ട് ചെയ്യുകയാണ്, ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡിയോട് നിങ്ങൾ ഇത്രയും ക്രൂരമായാണോ പെരുമാറുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അയാളുടെ റിസ്കിൽ അയാളുടെ കൈപ്പടയിൽ തന്നെ അവർക്ക് ഗ്രാൻഡ് ചെയ്യുകയാണ്, ലീവ് ഗ്രാൻഡ് ചെയ്ത് അത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നോക്കണേ, അതിന് ശേഷം എന്ന് പറയുന്നത് അവർ ലീവ് എടുക്കുന്നു. ഈ സമയത്ത് തന്നെ മറ്റൊരു സംഭവം അവിടെ ഉണ്ടാകുകയാണ്. അവിടെ ഈ ഹോസ്പിറ്റൽ ഏറ്റെടുക്കാനായിട്ട് മറ്റൊരു പാർട്ടി അവിടെ വരികയാണ്. അവർ വന്നിട്ട് ഇവരുടെ പ്രശ്നം അറിഞ്ഞിട്ട് ഇവരുടെ അടുത്ത് പറഞ്ഞ് നിങ്ങൾ ലീവ് എടുത്തുകൊള്ളുക, വീട്ടിൽ പോയിക്കൊള്ളുക, എന്നിട്ട് പ്രസവത്തിന് ശേഷം നിങ്ങൾ എപ്പോഴാണെന്ന് വെച്ചാൽ അന്ന് വരുമ്പോൾ നിങ്ങൾക്ക് റീജോയിൻ ചെയ്യാം എന്ന് പറഞ്ഞ് ഇവരുടെ പെൻഡിങ് സാലറി എല്ലാം കൊടുക്കുകയാണ്.
അങ്ങനെ അവർ വീട്ടിലേക്ക് വരുന്നു. ഇവിടെ വന്ന് നാട്ടിൽ വന്നിട്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ ഇവിടെ കാണിക്കുകയാണ്. ഏകദേശം 8 മാസത്തോളമായി കാണിക്കുമ്പോൾ ആരും ഇവരെ അവിടെ അഡ്മിറ്റ് ചെയ്യുന്നില്ല. കാര്യം കുറച്ച് കോംപ്ലിക്കേഷൻ ഉള്ളതുകൊണ്ട്, ഇങ്ങനെയൊരു പ്രശ്നം ഉള്ളതുകൊണ്ട് ഒടുവിൽ വണ്ടാനം മെഡിക്കൽ കോളേജിൽ പോകുന്നു, അവിടെ അഡ്മിറ്റാകുന്നു. അവിടെ പരിശോധിച്ച് കഴിയുമ്പോൾ ഈ സമയത്തെന്ന് പറയുന്നത് ഇവരുടെ പ്രഷർ ഹൈ പ്രഷറായി മാറുന്നു. അതുപോലെ തന്നെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇവർക്ക് ഈ ക്ലോട്ടിങ് പ്ലാസൻ്റയിലുണ്ട്. അപ്പം ഇതുമല്ല പിന്നെ ഉടനെ തന്നെ ഇവനറിയാതെ തന്നെ ഇവിടെ വെള്ളം ലീക്കാകാൻ തുടങ്ങി. അതായത് പ്ലാസൻ്റയിൽ വെള്ളം ലീക്കാകാനും തുടങ്ങി. പിന്നെ അവരധികം താമസിക്കാതെ പിന്നെ സാധാരണ ഡെലിവറി നടക്കുന്നതിന് 1 മാസം മുൻപ് തന്നെ ഇവർ പിന്നെ സിസേറിയൻ ചെയ്ത് കുഞ്ഞിനെ പുറത്തെടുത്ത്, അല്പം വെയിറ്റ് കുറവാണെങ്കിൽ തന്നെയും അതിനെ ഇൻക്യുബേറ്ററിലോ NICയിലോ ഒന്നും പ്രവേശിപ്പിക്കേണ്ടി വന്നില്ല. ഈ കുഞ്ഞിനെ അവരുടെ കയ്യിലേക്ക് തന്നെ കൊടുക്കുകയാണ് ചെയ്തത്. അതായത് ഇവരുടെ വിശ്വാസം എന്ന് പറയുന്നത് അമ്മ മാതാവ് കൃപാസന. ഇവിടെ ആ കാശുരൂപമായിരുന്നു അവരുടെ മുതൽക്കോട്ട്. പിന്നീട് ആ പ്രാർത്ഥനയിലൂടെയാണ് അത്യാവശ്യ കാര്യങ്ങളെല്ലാം അമ്മ മാതാവ് തന്നെയാണ്. ആരും വെയിലത്ത് നിന്ന് വിഷമിച്ചിരിക്കുന്ന സമയത്ത് പോലും ആരും സഹായത്തിനില്ലാതെ വന്നപ്പോൾ അമ്മ മാതാവ് അവിടെ എത്തുകയും സഞ്ചാരി മാതാവ് അവിടെ വരികയും അവിടെ ആ MD ബാക്ക് ഡോറിൽ ഫ്രണ്ട് ഡോറിൽ കൂടെ വരാനുള്ള അദ്ദേഹം ബാക്ക് ഡോറിൽ കൂടെ കടന്നു വന്ന് ഇവരെ സഹായിക്കുന്നു. നോക്കണേ, ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ എത്ര വലിയ അനുഗ്രഹവും ആശ്വാസമാണ്. നമ്മുടെ ആരുടെയും കഴിവ് കൊണ്ടല്ല, അതായത് നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അമ്മ മാതാവിൻ്റെ കൃപയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് എന്ന് ആ മകൾ സാക്ഷ്യത്തിൽ ഇടയ്ക്ക് പറയുകയുണ്ടായി. അതാണ് ഇവിടെ സംഭവിച്ചത്. അതായത് നമ്മൾ വിശ്വാസത്തോടുകൂടി ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. അതാണ് ഈ മകൾക്ക് നടന്നത്. പിന്നീട് നടന്ന കാര്യങ്ങളൊക്കെ അവർ ശരിക്കും വിശദീകരിച്ച് ദൈവം കൊടുത്ത OETയിൽ അവരെല്ലാം പാസ്സായി, പല കടമ്പകൾ കടന്ന് പാസ്സായി. ഇതെല്ലാം ദൈവം കൊടുത്ത വലിയ അനുഗ്രഹമാണ്. ഉടമ്പടിയിൽ നമുക്ക് ശക്തമായി കരങ്ങൾ അടിച്ചുകൊണ്ട് അമ്മ മാതാവിനെ ഈശോയോ എന്ന് മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ജോസ്മി ജോസഫ്. ഞാൻ സൗദി അറേബ്യയിൽ 11 വർഷമായിട്ട് സ്റ്റാഫ് നേഴ്സായിട്ട് ജോലി ചെയ്യാണ്. ഞാനും എൻ്റെ ഫാമിലിയും എൻ്റെ ഹസ്ബൻഡും 2 കുഞ്ഞുങ്ങളുമായി ഞങ്ങൾ അവിടെ താമസിക്കുകയാണ്. എന്നെ ഈ പുണ്യഭൂമിയിൽ എത്താൻ അനുഗ്രഹിച്ച ദിവ്യമാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എനിക്ക് കിട്ടിയ അനുഗ്രഹത്തെക്കുറിച്ച് സാക്ഷ്യം പറയാനായിട്ട് ഇവിടെ നിൽക്കുകയാണ്. ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്നത് എങ്ങനെയെന്ന് ഞാൻ പറയണം, എന്നാലേ സാക്ഷ്യത്തെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. കൃപാസനത്തിൽ ഞാൻ എത്തിയത് എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ്. ഞാൻ 2020 OET എഴുതാനായിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തിരുന്നു. പക്ഷേ അവിടെ ഞാൻ ഡ്യൂട്ടി ചെയ്യുന്നത് കൊണ്ടും എൻ്റെ കുഞ്ഞുങ്ങളുടെ കെയർ, പിന്നെ പോസ്റ്റ് BC ഞാൻ പഠിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങൾ കൊണ്ടും എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. ഓൺലൈനായിട്ട് ട്രൈ ചെയ്യുമായിരുന്നു, പക്ഷേ എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. ഞാനത് ഡ്രോപ്പ് ചെയ്തു. പക്ഷേ എൻ്റെ കൂടെ ഓൺലൈനിലുണ്ടായിരുന്ന ഒരു ഫ്രണ്ട്, എനിക്ക് ആ ഫ്രണ്ടിനെ അറിയില്ല. ആ ഫ്രണ്ട് 2022 നവംബർ മാസം എനിക്ക് മെസ്സേജ് അയച്ചു, ജോസ്മി നിനക്ക് എന്തുകൊണ്ട് ട്രൈ ചെയ്തുകൂടാ, ഞാനിവിടെ OET എഴുതി UK എത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, നീ എങ്ങനെയാണ് എത്തിയത്? ആ കുട്ടി എന്നോട് പറഞ്ഞു, ഞാൻ 2 times അറ്റംപ്റ്റ് ചെയ്തു OET. ഫസ്റ്റ് ടൈം അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയില്ല. സെക്കൻഡ് ടൈം ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു, അപ്പോൾ എനിക്ക് OET കിട്ടി. അപ്പം ഞാൻ വിചാരിച്ചു, കൃപാസനത്തിൽ വന്ന് എന്നോട് പലരും സാക്ഷ്യങ്ങൾ അയച്ചു തന്നിട്ടുണ്ട്, കൃപാസനം ഉടമ്പടി ധ്യാനം അയച്ചു തന്നിട്ടുണ്ട്. എൻ്റെ കസിൻസ്, എൻ്റെ സിസ്റ്റർ-ഇൻ-ലോ എല്ലാവരും എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഞാനത് കാണാറുണ്ടെന്നല്ലാതെ എനിക്കിവിടെ വരണമെന്നോ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണമെന്നോ ഒന്നും ഒരു ചിന്ത വന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ സെപ്റ്റംബർ 28 ഞാൻ എൻ്റെ സെക്കൻഡ് കുഞ്ഞിന് സിസേറിയനായിട്ട് ഡെലിവറായി. ആ സമയത്താണ് ഇങ്ങനെ OETനെ കുറിച്ചുള്ള ചിന്തകളൊക്കെ മനസ്സിലോട്ട് വരുന്നത്. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഞാൻ ഓൺലൈനായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി പഠിക്കാനോ ഓൺലൈനായിട്ട് പഠിക്കാനോ ഉള്ളൊരു സിറ്റുവേഷനല്ല. കാരണം ചെറിയ കുഞ്ഞിനെയും വെച്ചിട്ട് എനിക്കതൊരു ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ യൂട്യൂബ് വഴി ഞാനിങ്ങനെ ഇരിക്കുമ്പോഴും കുഞ്ഞിനെ കെയർ ചെയ്യുമ്പോഴും അല്ലാത്ത ടൈമുകളിലും യൂട്യൂബ് വഴി ഞാൻ ട്രൈ ചെയ്യാം. അങ്ങനെ ഞാൻ മനസ്സിൽ ചിന്തിച്ചു. ഞാൻ ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് നവംബർ 15 ഇട്ടു. പക്ഷേ എൻ്റെ അറിവില്ലായ്മ കൊണ്ട് എനിക്കത് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടില്ല. ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽസും ഒന്നും എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. എൻ്റെ അതൊരു അറിവില്ലായ്മയാണ്.
അപ്പോൾ അങ്ങനെ ഇരിക്കുക ഡിസംബറിൽ ഞാൻ ഇവിടെ കുഞ്ഞുങ്ങളെയും കൊണ്ട് വെക്കേഷന് വന്നപ്പോൾ തന്നെ കുഞ്ഞിന് അസുഖമായി. അക്യൂട്ട് ബ്രോങ്കിയോളൈറ്റിസ് ആയി. അവൾ ഹോസ്പിറ്റലിൽ 5 ദിവസം അഡ്മിറ്റായിരുന്നു. അഡ്മിറ്റായി കഴിഞ്ഞ് 5ാമത്തെ ദിവസം ട്രീറ്റ്മെൻറ്റൊക്കെ കൊണ്ട് അവൾ ഡിസ്ചാർജായി. പക്ഷേ വീട്ടിൽ ചെന്നപ്പോൾ അവൾക്ക് പിന്നെയും ചുമയും ശ്വാസം മുട്ടും. അപ്പോൾ ഇങ്ങനെ കോട്ടയം കാരിത്താസിൽ കൊണ്ടുവന്നു. അവളെ ICUവിൽ അഡ്മിറ്റാക്കിയപ്പോൾ കറക്റ്റ് ടൈം എൻ്റെ ഒരു ഹിന്ദു ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, നിൻ്റെ കുഞ്ഞിൻ്റെ പേരെന്താ? എൻ്റെ അമ്മ കൃപാസനത്തിൻ്റെ വലിയൊരു ഭക്തയാണ്. അമ്മ ചോദിച്ചു നിൻ്റെ കുഞ്ഞിൻ്റെ പേരെന്താന്ന്. അപ്പം ഞാൻ വിചാരിച്ചു, ഇവളുടെ അമ്മ വരെ കൃപാസനത്തിൽ വിശ്വസിക്കുന്നു, എൻ്റെ ഫ്രണ്ട്സ് പറയുന്നു, എൻ്റെ കസിൻസ് പറയുന്നു. എന്നിട്ട് ഞാൻ ഇവിടത്തെക്കുറിച്ചൊരു ചിന്ത വന്നില്ലല്ലോ. അമ്മയെ മാതാവേ, എൻ്റെ കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് സുഖപ്പെടുത്തുവാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് അമ്മയുടെ മധ്യസ്ഥതയിൽ വന്ന് അമ്മയുടെ പ്രാർത്ഥനകൾ ചെയ്യാം എന്നൊരു നേർച്ച നേർന്നു. പിറ്റേ ദിവസം തന്നെ കുഞ്ഞ് ICUവിൽ നിന്ന് ഡിസ്ചാർജായി. നോർമൽ ട്രീറ്റ്മെൻറ്റിൽ 5ാമത്തെ ദിവസം അവൾ വീട്ടിലെത്തി. 6ാമത്തെ ദിവസം ഞാനും എൻ്റെ ഹസ്ബൻഡും കുഞ്ഞുങ്ങളും കൂടെ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളിവിടെ വന്ന് അമ്മയുടെ അടുത്തെത്തും. എന്നാലും ഉടമ്പടി എടുക്കണമെന്നൊന്നും എൻ്റെ മനസ്സിലൊരു ചിന്തയില്ല. ഞാൻ വിചാരിച്ചു ഹസ്ബൻഡിനെ കൊണ്ട് ഞാനങ്ങ് ഉടമ്പടി എടുപ്പിക്കാം. എനിക്കതിൻ്റെ ഈ ഉടമ്പടി നിബന്ധനകളൊക്കെ പാലിക്കാൻ പറ്റുമോ എന്ന് എനിക്കൊരു ഡൗട്ടായിരുന്നു. ഹസ്ബൻഡിനെ കൊണ്ട് വന്ന് ഹസ്ബൻഡ് പുറത്ത് അന്ന് രാത്രിയിൽ ഹസ്ബൻഡിൻ്റെ ഫീവറും ഹെഡേക്ക് ഷിവറിങ് എല്ലാം. ഹസ്ബൻഡ് ഇവിടെ വന്നപ്പം പുള്ളിക്കാരൻ തല കറങ്ങുന്നു, പുള്ളിക്കാരന് വയ്യ, ഛർദി. പുള്ളിക്കാരൻ നേരെ ഇവിടെ അടുത്തോട്ട് ഹോസ്പിറ്റലിലോട്ട് പോയി. ഞാനും എൻ്റെ 2 കുഞ്ഞുങ്ങളും മാത്രം. എൻ്റെ 2ാമത്തെ കുഞ്ഞിന് 2 മാസം, മൂത്ത കുഞ്ഞിന് 6 വയസ്സ്. അപ്പം ഞാൻ ഉടമ്പടി എടുക്കുക തന്നെ ചെയ്യണം, വേറെ നിവൃത്തിയില്ല. അപ്പം ഞാനിവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് ഇതെന്നെ അങ്ങിലോട്ട് അടുപ്പിക്കാനുള്ള ഒരു കാരണം തന്നെയാണ്, ഒരു നിമിത്തം തന്നെയാണെന്നത് എനിക്ക് നല്ല വിശ്വാസമായി. കാരണം ഞാൻ എടുക്കണ്ടെന്ന് വിചാരിച്ച ഒരു കാര്യം ഉടമ്പടി എടുക്കണമെന്ന് ഓർത്ത് തന്നെ നമ്മളിവിടെ വന്നു. പക്ഷേ വേറെ നിവൃത്തിയില്ല, വേറെ ആരുമില്ല, ഞാൻ തന്നെ എടുക്കണം. ഞാൻ ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇവിടെ കയറി ഇന്ന് ഉടമ്പടി നിബന്ധനകളുടെ ധ്യാനമൊക്കെ കേട്ടു. 2nd ഫ്ലോറിൽ പോയി കാര്യങ്ങളൊക്കെ കേട്ടു, നിബന്ധനകളൊക്കെ പാലിച്ച് ഇവിടെ വന്നു ചെയ്തു. അന്ന് തൊട്ട് ഞാൻ പ്രാർത്ഥനകൾ ചെല്ലാനും ഈ ഉടമ്പടി നിബന്ധനകളിലുള്ള കാര്യങ്ങൾ പാലിക്കാനും തുടങ്ങി. ഫസ്റ്റ് ഓഫ് ഓൾ മെയിനായിട്ട് എനിക്ക് പറയാനുള്ള പ്രാർത്ഥനയാണ്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പം ഞങ്ങൾ ജസ്റ്റ് ഒരു സ്വർഗ്ഗസ്ഥനായ പിതാവേ നന്മ നിറഞ്ഞ മറിയുമ്പോൾ ചെല്ലും. രാവിലെയും വൈകുന്നേരം. രാവിലെ ഞാൻ മാത്രമേ ചെല്ലുള്ളൂ, ഹസ്ബൻഡ് അതുമില്ല. വൈകുന്നേരം ഞങ്ങൾ ജസ്റ്റ് ചെല്ലും, ബൈബിൾ വായിക്കും, അത്രേ ഉള്ളായിരുന്നു. അപ്പോൾ ഈ ഉടമ്പടി നിബന്ധനകളിൽ അരമണിക്കൂർ ബൈബിൾ വായിക്കുന്നത് നിർബന്ധമാണല്ലോ. രാവിലെ എഴുന്നേറ്റിട്ട് ഞാൻ 5:30 നമ്മുടെ കൃപാസനം പ്രാർത്ഥന ചൊല്ലിയിട്ട് ഞാൻ ബൈബിൾ നിർബന്ധമായിട്ട് വായിക്കും. അരമണിക്കൂർ പ്രാർത്ഥന ചെല്ലും. വൈകുന്നേരം ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴും സെയിം അരമണിക്കൂർ പ്രാർത്ഥന ചെല്ലും, കൊന്ത ചെല്ലും. അത് കഴിഞ്ഞിട്ട് പിന്നെയും നമ്മുടെ കൃപാസനം പ്രാർത്ഥന ചൊല്ലും. ഇതൊരു മസ്റ്റാക്കി. എന്നിട്ട് കൃപാസനം പത്രമാണെങ്കിൽ എൻ്റെ സുഹൃത്തുക്കൾക്കും പിന്നെ ആശുപത്രികളിലുള്ള ആൾക്കാർക്കും ഒക്കെ കൊടുത്തു. നിബന്ധനകൾ ഒരുവിധം പാലിക്കാൻ തുടങ്ങി. ഈ ഹസ്ബൻഡിന് ഈ പനി വന്നെന്ന് പറഞ്ഞല്ലോ. നെക്സ്റ്റ് ഡേ പനിയായിരുന്നു. അപ്പോൾ രാത്രിയിൽ ഭയങ്കര ഷിവറിങ് ആയിട്ടിരുന്നപ്പോൾ ഞാൻ എന്താ ചെയ്തു, ഉടമ്പടി നേർച്ച വസ്തുവായി ഉപ്പ് എടുത്തിട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് ഇച്ചിരി കുടിക്കാൻ പറഞ്ഞു. ആൾക്ക് പിന്നെ വെട്ടി വേർത്തിട്ട് നെക്സ്റ്റ് ഡേ പനി ഒരുവിധം ഹീലായി, ബോഡി പെയിനും ഹീലായി എന്ന് പറഞ്ഞു. പക്ഷേ ആൾക്ക് ആൻറ്റിബയോട്ടിക് അന്നേരം എടുത്തിട്ടില്ലായിരുന്നു. അതിന് മുമ്പ് തന്നെ അത് ഹീലായെന്ന് ആൾ പറഞ്ഞു. അപ്പോൾ ആൾക്കും ഭയങ്കര വിശ്വാസമായി, പ്രാർത്ഥനയിലോട്ടൊക്കെ നല്ലൊരു വിശ്വാസമായി. പിന്നെയാണ് കുഞ്ഞിൻ്റെ കാര്യം കൊണ്ട് ഞങ്ങളെല്ലാവരും ഇതെല്ലാം കഴിഞ്ഞു. ഇവിടെ വന്ന 6-ാം തീയതി ഉടമ്പടി എടുത്താണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചങ്ങോട്ട് പോയി. അവിടെ ചെന്നപ്പോഴും ഞങ്ങൾ പ്രാർത്ഥനയൊക്കെ കണ്ടിന്യൂ ചെയ്തിരുന്നു. ഞാൻ എൻ്റെ OET ഡേറ്റ് യൂട്യൂബിൽ ഞാൻ പഠനം കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെയിരുന്നു. മെറ്റീരിയൽസ് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് അതും എഴുതി പഠിക്കാൻ തുടങ്ങി. ഫെബ്രുവരി 11 ഞാൻ ഡേറ്റ് എടുത്തിരുന്നു. എനിക്കറിയില്ല മാതാവേ, എനിക്ക് ഒറ്റ അറ്റംപ്റ്റ് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഈ കുഞ്ഞുങ്ങളെയും വെച്ച് ഡ്യൂട്ടിയും വെച്ചിട്ട് വീട്ടിലത്തെ ജോലിയും എല്ലാം വെച്ചിട്ട് എനിക്ക് പിന്നെ ചെയ്യാൻ പറ്റില്ല. മാതാവേ, ഞാൻ അങ്ങനെയുള്ള വിശ്വാസത്തിൽ മാത്രം ഉറച്ച് നിന്നുകൊണ്ട് ഈ പഠനവും കണ്ടിന്യൂ ചെയ്യുകയാണ്. ഞാൻ എൻ്റെ ഉറക്കമൊക്കെ അങ്ങ് മാറ്റിവെച്ചു. കുഞ്ഞിനെയും കൊണ്ട് പഠനവും കണ്ടിന്യൂ ചെയ്തു എൻ്റേതായ രീതിയിൽ. എന്ന് വെച്ചാൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കാൻ എനിക്ക് നേരമില്ല, അതിനുള്ള സാഹചര്യമില്ല. മാതാവിൽ വിശ്വസിച്ചുകൊണ്ട് ഞാൻ അത് ചെയ്തു. ആ സമയത്ത് ഉറക്കമില്ലായിരുന്നു. വളരെയധികം ബുദ്ധിമുട്ടി തന്നെയാണ്. പഠിത്തവും നടന്നു അതിൻ്റെ കൂടെ തന്നെ. യൂട്യൂബിൽ നോക്കിയാണ് കേട്ടോ, അല്ലാതെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയോ വേറെ ഒരിടത്തും പോയോ അല്ല. മാതാവിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥന, ധ്യാനം, എല്ലാ ചൊവ്വാഴ്ചയിലും ധ്യാനം ഞാൻ മസ്റ്റായിട്ട് കൂടും. അന്ന് ഫാസ്റ്റിംഗ് കറക്റ്റായിട്ട് ചെയ്യും. പിന്നെ പ്രാർത്ഥനകൾ അതേപടി അരമണിക്കൂർ എന്തായാലും ഞാനത് പ്രാർത്ഥന മസ്റ്റാക്കി. പ്രാർത്ഥനകളുടെ ഒരു കുറവിൽ നിന്ന് മാറി പ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങിയപ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, അതൊരു വല്ലാത്തൊരു മനസ്സമാധാനമാണ്, ഒരു കുടുംബ സമാധാനം. അത് വല്ലാത്തൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലാണ്. അത് കഴിഞ്ഞ് OET എക്സാമിന് പോവാണ് ഫെബ്രുവരി 11 പോയപ്പം എക്സാമിന് പോയപ്പം തന്നെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി.
വണ്ടി ബ്രേക്ക് ഡൗൺ ആയി. അപ്പം ഞാൻ മാതാവ് പറഞ്ഞു, ഇതേ അടുത്ത പരീക്ഷണം വന്നല്ലോ മാതാവേ. പിന്നെ ഞാനൊരു ടാക്സി വിളിച്ചിട്ട് ധൈര്യം ആലംബിച്ചിട്ട് പ്രാർത്ഥനയും ചൊല്ലിയിട്ട് നേരെ എക്സാം സെൻറ്ററിൽ പോയി. എക്സാം സെൻറ്ററിൽ പോയിട്ട് നിങ്ങളിപ്പോൾ എന്നോട് ചോദിച്ചാൽ എക്സാമിന് എന്ത് ക്വസ്റ്റനാണ് വന്നതെന്ന് ചോദിച്ചാൽ പകുതിയും എനിക്ക് ഓർമ്മയില്ല. കാരണം എനിക്ക് അത്രമാത്രം ടഫായിരുന്നു. പിന്നെ റൈറ്റിംഗ് മാത്രം എനിക്ക് ഈസി ആയിരുന്നു. പക്ഷേ റിസൾട്ട് വന്നത് ഫെബ്രുവരി 28-നാണ്. റിസൾട്ട് വന്നപ്പോൾ റൈറ്റിങ്ങിന് മാത്രം C+, ബാക്കി എല്ലാത്തിനും B. UK, അയർലൻഡ് സ്കോറുണ്ട്. അതിന് മാതാവിന് ഒരു കോടി നന്ദി പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. അത് കഴിഞ്ഞിട്ട് എൻ്റെ കുഞ്ഞിന്, ഞാൻ പറഞ്ഞില്ലേ 2 മാസമായ കുഞ്ഞിന് എക്സിമ എന്നൊരു പ്രശ്നമുണ്ടായിരുന്നു. എക്സിമ എന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ചൊറിച്ചിലും ദേഹം ചൊറിഞ്ഞു പൊട്ടുന്ന ഒരു അസുഖം, റെഡ്നെസ് എല്ലാം കൂടി ഉള്ളൊരു പ്രശ്നമാണ്. അപ്പോൾ കുഞ്ഞിനത് ഭയങ്കര അസ്വസ്ഥത. ചെറിയ കുഞ്ഞ് കിടന്നിങ്ങനെ ചൊറിയുന്ന കാണുമ്പോൾ നമുക്കതിനേക്കാളും അസ്വസ്ഥത. അപ്പം ഡോക്ടർ പറഞ്ഞു, എപ്പോഴൊക്കെ ചൊറിച്ചിൽ കൂടുന്ന അപ്പോഴൊക്കെ നിങ്ങൾ സ്റ്റിറോയിഡ് തൂക്കുക, സ്റ്റിറോയിഡ് തൂത്തിട്ട് പിന്നെ ലോഷനും തൂത്തോണ്ടിരിക്കുക എന്ന് പറഞ്ഞു. എത്രമാത്രം കുഞ്ഞുങ്ങൾക്ക് നമ്മൾ സ്റ്റിറോയിഡ് തൂത്തോണ്ടിരിക്കുന്നത്. ഞാനൊരു 2 ടൈമിൽ അങ്ങനെ അറ്റംപ്റ്റ് ചെയ്തു. അത് ഞാൻ നിർത്തി. പിന്നെ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയ ഉടമ്പടി തൈലം തേച്ച് കുഞ്ഞിനെ കുളിപ്പിക്കാൻ തുടങ്ങി. പിന്നെ ഉപ്പിട്ടിട്ട് കുഞ്ഞിനെ കുളിപ്പിക്കുന്ന വെള്ളത്തിൽ ആ ഉപ്പിട്ടിട്ട് കുളിപ്പിക്കാൻ തുടങ്ങി. മാതാവിൻ്റെ കൃപയാൽ ഇപ്പം കുഞ്ഞിൻ്റെ എക്സിമ പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പം കുഞ്ഞിന് എക്സിമ ഇല്ല. പിന്നെ ഇത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് സ്റ്റെപ്പായിരുന്നു OET എക്സാം എഴുതിയെന്ന് പറഞ്ഞല്ലോ. അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് സ്റ്റെപ്പായിരുന്നു CBT. എല്ലാവർക്കും അറിയാം നെക്സ്റ്റ് സ്റ്റെപ്പ് CBT എന്നുള്ളതാണ്. ആ CBT എക്സാം എന്ന് പറഞ്ഞാൽ ഞാൻ അതും ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയില്ല. മാതാവിൻ്റെ കൃപ ഞാൻ നമ്മുടെ UKയിലോട്ടുള്ള ഏജൻസിയിൽ നമ്മൾ ഒരു ഏജൻസിയിൽ പ്രോസസ്സിങ്ങിന് കൊടുത്തിരുന്നു. അവിടെ അവർ മെറ്റീരിയൽസ് ആ ഏജൻസിക്കാരെനിക്ക് മെറ്റീരിയൽസ് അയച്ചു തന്നു. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട്, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് UKയിലോട്ട് പോകാൻ ഇൻസ്പയർ ആയ എൻ്റെ ഒരു ഫ്രണ്ടോട്, കാണാൻ അറിയത്തുള്ള ഫ്രണ്ടാണ്, ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷേ ആളെന്നെ ഇൻസ്പയർ ആക്കിയതാണ്. ആ ആളെനിക്ക് കുറച്ച് മെറ്റീരിയൽസ് അയച്ചു തന്നു. അങ്ങനെ ആ മെറ്റീരിയൽസ് പ്രിൻ്റ് ഔട്ട് എടുത്ത് ഞാൻ പഠിച്ചു. പക്ഷേ എക്സാം എഴുതാൻ പോയത് ഏപ്രിൽ 20 പോയപ്പോൾ എനിക്ക് വന്ന 100 ക്വസ്റ്റ്യൻസിൽ 10 ക്വസ്റ്റ്യൻസ് മാത്രമേ എനിക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് വന്നുള്ളൂ. പിന്നെയും അവിടെ പരീക്ഷണം. അപ്പം ഞാൻ എന്ത് വിചാരിച്ചു, എൻ്റെ കയ്യിൽ നമുക്ക് സെൻട്രലിലൊന്നും അലൗഡ് അല്ല. പക്ഷേ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഉടമ്പടി ഉപ്പ് എടുത്ത് വെച്ചിട്ട് ടിഷ്യൂവിൽ പൊതിഞ്ഞ് എൻ്റെ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ടിഷ്യൂ വേർക്കുമ്പം തുടയ്ക്കാനുള്ള ടിഷ്യൂ പോലെ. പക്ഷേ അതിൻ്റെ അകത്ത് ഞാൻ ഉടമ്പടി ഉപ്പ് വെച്ചിട്ട് ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞു. സെൻട്രലിലിരുന്ന് ഞാൻ കരഞ്ഞിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് ഞാൻ ആ ഉപ്പ് താഴോട്ട് തറയിലോട്ട് കുടഞ്ഞിട്ടു. സൗദി അറേബ്യയിലാട്ടോ ഞാൻ എക്സാം എല്ലാം എഴുതിയത്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ റൂൾസ് ഇച്ചിരൂടെ സ്ട്രിക്റ്റാണ്. അവർ പൂർണ്ണമായിട്ടും സ്ട്രിക്റ്റായ റൂൾസാണ്. അവരൊട്ടും അലൗഡല്ല. ക്യാമറ നമ്മുടെ മുകളിൽ താഴെ. പക്ഷേ ഞാൻ ടിഷ്യൂ ഇങ്ങനെ കുടഞ്ഞ് താഴെ ഇട്ടിട്ട്, മാതാവേ ഈ ഉപ്പിട്ട സ്ഥലത്തോട്ടൊന്നും പിന്നെ എന്നെ വരുത്താൻ ഇടവരുത്തല്ല. എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ക്വസ്റ്റ്യൻസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസാണ് ഞാൻ മാർക്ക് ചെയ്യാൻ പോവാണ്. ആ ക്വസ്റ്റ്യൻസ് മാർക്ക് ചെയ്തു. ഞാൻ കരഞ്ഞുകൊണ്ട് തന്നെ പുറത്തോട്ടിറങ്ങി. സൗദികളെല്ലാം എന്നെ നോക്കും, എന്തായി കരയുന്നെന്ന്. അത് കഴിഞ്ഞ് പുറത്തിറങ്ങി റിസൾട്ട് വന്നപ്പം CBTക്ക് കംപ്ലീറ്റ് പാസ്. ന്യൂമറൽസും എന്ന് വെച്ചാൽ 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, 2നും പാസ്. അങ്ങനെ കരഞ്ഞുകൊണ്ട് തന്നെ പുറത്തോട്ടിറങ്ങി. ഹസ്ബൻഡിനോട് പറഞ്ഞു ഇതിനും പാസ്സായെന്ന് പറഞ്ഞു. അങ്ങനെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആട്ടോ എല്ലാം. അത് കഴിഞ്ഞ് പുറത്ത് വന്നു. അപ്പോൾ എനിക്ക് ഇച്ചിരി കോൺഫിഡൻസ് കൂടി. ഇപ്പോൾ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തു. അന്നേരം ഇതൊക്കെ നടന്നു പോകും എന്നൊരു ചെറിയൊരു അഹങ്കാരം വന്നു. പക്ഷേ ആദ്യത്തെ ഇൻ്റർവ്യൂ അറ്റൻഡ് തന്നെ ഫെയിലായി. അതെന്താണെന്ന് വെച്ചാൽ അന്നേരം ഞാൻ ജസ്റ്റ് നോർമലി പ്രാർത്ഥിച്ചു. എന്താ പറയുക, നോർമലി തന്നെ അങ്ങനെ നിന്നു. അപ്പോൾ ഇച്ചിരി കോൺഫിഡൻറ്റ് കൂടുമ്പോഴത്തേനും നമുക്കൊരു വെപ്രാളം വരുമല്ലോ. കോൺഫിഡൻറ്റ് കൂടുമ്പോഴത്തെ ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇവർ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ ഒന്ന് നോക്കിയപ്പോൾ, അപ്പോൾ അവരുടെ അങ്ങനെയൊന്നും നമ്മൾ നോക്കാൻ പാടില്ല. അവരപ്പം പറഞ്ഞു ഭയങ്കര ഡിസ്റ്റർബ്ഡ് സ്റ്റേജിൽ ആ സ്റ്റുഡൻറ്റ് നിന്നിരുന്നു എന്നാണ് അവർ റീസൺ പറഞ്ഞത് എന്നെ ഫെയിലാക്കിയതിന്. നെക്സ്റ്റ് ടൈം ഞാൻ പറഞ്ഞു, മാതാവേ ഇച്ചിരി അഹങ്കരിച്ചു പോയി, എന്നോട് ക്ഷമിക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ട്, നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ വിശ്വാസ പ്രമാണവും ചൊല്ലി മാതാവിൻ്റെ ഉടമ്പടി പുസ്തകം എടുത്തിട്ട് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന ലാപ്ടോപ്പിൻ്റെ മുന്നിൽ വെച്ചിട്ട്, പിന്നെ ഞാൻ വെച്ചത് തൈലം ഞാൻ എൻ്റെ പാസ്പോർട്ടിൽ കുരിശ് വരച്ച് അങ്ങനെ വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. നന്നായിട്ട് പ്രാർത്ഥിച്ച് ഇച്ചിരി നന്നായിട്ട് യൂട്യൂബിലൊക്കെ നോക്കി നന്നായിട്ട് ഒരുങ്ങിയിട്ട് ഞാൻ അവിടെ തന്നെ ഇരുന്ന് അവർ പാസ്സാക്കി എന്നെ. അങ്ങനെ എൻ്റെ ഈ 2 എക്സാമുകളാണ് നമ്മൾ ഇതിനു മുമ്പ് എഴുതേണ്ടത്, പ്ലസ് ഇൻ്റർവ്യൂ, ഇതും പാസ്സായി. ഈ 28-ന് ഞാൻ UKക്ക് എനിക്ക് വിസയും വന്നു, ടിക്കറ്റുമായിട്ട്. ഈ 28-ന് ഞാൻ UKക്ക് പോവുകയാണ്. അതാണ് എൻ്റെ ഫസ്റ്റ് സാക്ഷ്യം. ഇത് ഫസ്റ്റ് അറ്റംപ്റ്റ് വിത്തൗട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ, എന്താ പറയുക, വിത്തൗട്ട് എനി അതർ ഹെൽപ്പ്. യൂട്യൂബ് പ്ലസ് എൻ്റെ മെറ്റീരിയൽസ് പ്ലസ് എൻ്റെ ആ ഒരു ഫ്രണ്ട് എനിക്ക് കുറച്ച് മെറ്റീരിയൽസ് തന്നിരുന്നു, അതിൻ്റെ ഒരു ഹെൽപ്പോടെ. ഏജൻസി ഇതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് പോകാനുള്ള ഏജൻസി മാത്രം, പോകാനായിട്ടൊരു ഏജൻസി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിന് പ്രോസസ്സിങ്ങും കാര്യങ്ങളെല്ലാം കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതിന് മാത്രമായിട്ട്.
അല്ലാതെ ബാക്കിയെല്ലാം മാതാവിൻ്റെ കൃപയാൽ നടന്നിരിക്കുകയാണ്. അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 19-ാം തിരുവചനമാണ്. തൻ്റെ ജീവിതത്തിലേക്ക് സൗദി അറേബ്യയിൽ 11 വർഷമായിട്ട് സ്റ്റാഫ് നേഴ്സായിട്ട് ജോലി ചെയ്യുന്ന ജോസ്മി ജോസഫ് പ്രാർത്ഥനയും ഒക്കെ മാറ്റിവെച്ചുകൊണ്ടുള്ള ജോലി മാത്രമായിട്ടുള്ള ഒരു ജീവിതം. എന്നാൽ ഉടമ്പടി എടുക്കാനായിട്ടുണ്ടായ സാഹചര്യങ്ങളൊക്കെ നാം കേട്ടു. ഉടമ്പടി എടുത്തതിന് ശേഷം തിരുവചനം പറയുന്നത് പോലെ അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ ഐശ്വര്യം ആസ്വദിക്കും. പിന്നീട് ഈ മകളുടെ ജീവിതത്തിൽ കൃപകൾ വർഷിക്കപ്പെടുന്നത് എങ്ങനെയാണ്? അതായത് തനിക്ക് ചിട്ടയായ ഒരു ജീവിതക്രമം തുടങ്ങി. അങ്ങനെ പ്രാർത്ഥനയും പ്രവർത്തനവും, തൻ്റെ കുഞ്ഞുങ്ങളുണ്ട്, വീട്ടുജോലിയുണ്ട്, തൻ്റെ ഡ്യൂട്ടിയുണ്ട്, ഇതെല്ലാമായിട്ട് ഈ മകള് പിന്നീട് OETക്ക് ട്രൈ ചെയ്യുന്നു. അതും യൂട്യൂബിൽ നോക്കി സ്വയം പഠിക്കുകയാണ്, അല്ലാതെ ഒരു റെഗുലർ കോഴ്സോ ഒന്നുമല്ല. തൻ്റെ കടമകളൊക്കെ ചെയ്യണം കുഞ്ഞുങ്ങളെയും കൊണ്ട്. അങ്ങനെ ചെയ്യുന്ന ആ മകള് പൂർണ്ണമായി അമ്മയിൽ ആശ്രയിച്ചു കൊണ്ട് ചെയ്യുന്നു. അങ്ങനെ ചെയ്ത് ഇപ്പോൾ UK പോകുവാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും റെഡിയായിട്ടാണ് ഇവിടെ വന്ന് അമ്മയ്ക്ക് നന്ദി പറയുക. തൻ്റെ മക്കൾക്ക് ഉണ്ടായ രോഗസൗഖ്യം, അതുപോലെ ഹസ്ബൻഡിന് വിശ്വാസമൊക്കെ കുറഞ്ഞിരുന്ന സാഹചര്യത്തിൽ ഇവിടെ വന്നതിന് ശേഷം ഹസ്ബൻഡിനുണ്ടായ മാറ്റങ്ങൾ, ഇതെല്ലാം നാം കേട്ട് കഴിഞ്ഞു. അതുകൊണ്ടാണ് തിരുവചനം പറയുക, അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കുമെന്ന്. നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.